അതേസമയം അവളും തയ്യാറാവുകയായിരുന്നു അവൻ്റെ നല്ലൊരു പാതിയാവാൻ, പൂർണ്ണമായും രുദ്രദേവിൻ്റെ പാതിയായിത്തീരാൻ. ലച്ചുവിൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ രുദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു, ഒരു തവണ എല്ലാവരും കൂടെ അവിടെ പോയി വന്നെന്നല്ലാതെ നിന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നാളെ പോയിട്ട് അവിടെ 2 ദിവസം നിന്നിട്ട് വാ. അമ്മ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, അതാവുമ്പോൾ സൺഡേ എനിക്ക് ലീവാണല്ലോ, അതുപോരെ? തൻ്റെ മുഖത്ത് നോക്കാതെ തലയും കുനിച്ചിരിക്കുന്നവളെ നോക്കി അവൻ പറഞ്ഞു. അവൾ അവനെ മുഖമുയർത്തി നോക്കിയൊന്ന് തലകുലുക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവരോടൊപ്പം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവൾ റൂമിലേക്ക് പോയത്. അവളെ കണ്ടതും ബെഡിലിരുന്ന് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുകയായിരുന്നവൻ എണീറ്റ് ചെയറിലോട്ടിരുന്നു. കിടക്കാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. കുളി കഴിഞ്ഞ് വൈറ്റ് കളറിലുള്ള ഫുൾ സ്ലീവ് വരുന്ന ടീഷർട്ടും അതിലെ തന്നെ പാൻറ്റുമായിരുന്നു അവളിട്ടത്. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. വൈറ്റ് ടീഷർട്ടിൽ അവളെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തോന്നിയവന്. കണ്ണുകൾ അറിയാതെ ഭംഗിയിൽ തൊടുത്തു നിൽക്കുന്ന അവളുടെ മാറിടങ്ങളിലേക്ക് പോയി. ഇന്നുവരെ അനുഭവപ്പെടാത്ത, അടക്കി നിർത്താൻ കഴിയാത്ത എന്തോ ഒരു വികാരം തന്നെ മൂടുന്നത് അവനറിഞ്ഞു. മുടിയിൽ ചുറ്റിവച്ചിരിക്കുന്ന തോർത്തയച്ചു തിരിഞ്ഞതും കണ്ടു തന്നെ ഇമ ചിമ്മാതെ നോക്കുന്നവനെ. ഉള്ളിലുയർന്നു വന്ന പിടച്ചിൽ അടക്കി പിടിച്ചുകൊണ്ടവൾ അവനെ നോക്കി മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. അത്രയും മനോഹരമായി. അവൻ്റെ മിഴികളൊന്ന് വിടർന്നു. കണ്ണുകൾ അവളുടെ ഇളം റോസ് അധരങ്ങളിലേക്ക് അത്രയും കൊതിയോടെ നോക്കി. കൈവിട്ടു പോകുന്ന മനസ്സിനെ അടക്കി പിടിച്ചുകൊണ്ടവൻ പതിയെ അവൾക്കടുത്തേക്ക് ചുവടുവെച്ചു. തനിക്കടുത്തേക്ക് അടുക്കുന്നവനെ കണ്ടതും അവളൊരു പിടച്ചിലോടെ മുഖം കുനിച്ചു. തനിക്ക് മുൻപിൽ വിറയലോടെ നിൽക്കുന്നവളെ കണ്ടതും അവനിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് മുഖമടുപ്പിച്ചതും അവൾ വെപ്രാളത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. ലച്ചു, അവൻ നിറഞ്ഞ പ്രണയത്തോടെ അവളുടെ വിടർന്ന മിഴികളിലേക്ക് നോക്കി പതിയെ വിളിച്ചു. അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഇനിയും വയ്യടി ഇങ്ങനെ. വല്ലാതെ കൊതി തോന്നുക, കൊതിപ്പിക്കുക നീ എന്നെ. അവൻ്റെ ശ്വാസം ഉയർന്നു. അവനവളെ അത്രയും കൊതിയോടെ പ്രണയത്തോടെ നോക്കി. ലച്ചു പ്ലീസ്. അവൻ്റെ കിതപ്പോടു കൂടിയുള്ള സ്വരം അവളിലൊരു വിറയൽ പടർന്നു. തൻ്റെ താലിയുടെ അവകാശി, ഈ ജന്മവും ഇനിയുള്ള ജന്മങ്ങളിലും തൻ്റെ പാതി. ഇത്രയും ദിവസം താൻ അവഗണിച്ചിട്ടും അതിനൊരു പരാതിയോ പരിഭവമോ ഇല്ലാതെ തനിക്ക് വേണ്ടി കാത്തിരുന്നവൻ. അവളുടെ മിഴികളൊന്ന് നിറഞ്ഞു. തനിക്ക് മുൻപിൽ അത്രയും സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നിൽക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ടവൾ ഇരു കൈകളും അവൻ്റെ നെഞ്ചിൽ വെച്ച് ഒന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ വിരിഞ്ഞ ദൃഢമായ നെഞ്ചിൽ അവളുടെ ചുണ്ട് ചേർത്തു. അവളിൽ നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാതെ ഇരുന്നവൻ അവളുടെ ആ പ്രവൃത്തിയിൽ വിറച്ചുപോയി. അവൻ്റെ ദൃഢമായ കൈകൾ അവളുടെ മൃദുലമായ ഇടുപ്പിൽ അമർന്നു. അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അവൻ്റെ മുഖത്ത് അത്രയും ഭംഗിയുള്ളൊരു ചിരി വിടർന്നു. അവൻ അവളെ അവനിലേക്ക് ചേർത്ത് ഇറുകെ പുണർന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നതും അവൾ പതിയെ അവനിൽ നിന്നും അടർന്നു മാറിയതും ഞൊടിയിട കൊണ്ട് അവനവളെ കൈകളിൽ പിടിച്ച് വലിച്ചവനിലേക്ക് തന്നെ ചേർത്തിരുന്നു. അത്രയും മോഹത്തോടെ തന്നിൽ നിന്നും അടർന്നു മാറാതെ ഇരിക്കുന്നവനെ അവളൊന്ന് മുഖമുയർത്തി നോക്കിയതും അതേ നിമിഷം തന്നെ അവനവളെ വലിച്ചു ചുവരോട് ചേർത്ത് നിർത്തിയിരുന്നു. പകപ്പോടെ അവനെ നോക്കിയപ്പോഴേക്കും ഒരു കൈ കൊണ്ട് അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് മുഖമൊന്നുയർത്തി അവളുടെ ആദരങ്ങളെ അവൻ സ്വന്തമാക്കിയിരുന്നു. പതിയെ പതിയെ അവൻ ആദരങ്ങൾ മാറി മാറി നുണഞ്ഞു. ശ്വാസം വിലങ്ങി അവളൊന്ന് പിടഞ്ഞപ്പോഴാണ് അവൻ ആദരങ്ങളെ മോചിപ്പിച്ചത്. തളർച്ചയോടെ തന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞവളെ നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ ഇരു കൈകളിൽ കോരിയെടുത്തു. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ ഇറുകെ അടച്ചു. അത് കണ്ടതും അവൻ്റെ ചിരിയുടെ ഭംഗി കൂടി. അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി. അവളോട് ചേർന്ന് അവളെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച്
അവനും. ഒരുപാട് നേരം പരസ്പരം ഒന്നും മിണ്ടാതെ രണ്ടുപേരുടെയും ശ്വാസതാളത്തിൽ ലയിച്ചുകൊണ്ടവർ കിടന്നു. അത്രയും പ്രണയത്തോടെ അവനും. അവൻ്റെ നെഞ്ചോട് ചേർന്ന് അത്രയും പ്രണയം ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് അവളും. രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടന്ന കിടപ്പിൽ നിന്നും മാറാതെ വിടാതെ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്നവനെ അവൾ കണ്ണിമയ്ക്കാതെ നോക്കി. ഇയാൾക്ക് ഇത്രയൊക്കെ ലുക്കുണ്ടായിരുന്നോ? അവൻ്റെ ഭംഗിയുള്ള മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ മനസ്സിൽ നൊടിഞ്ഞു. അവനെ ഉണർത്താതെ കൈകൾ ദേഹത്തു നിന്നും എടുത്തു മാറ്റി നിരങ്ങി ബെഡിൽ നിന്നും താഴെ ഇറങ്ങി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൻ എണീറ്റിരുന്നില്ല. അമ്മയോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴാണ് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടത്. അമ്മയാവും ഇന്ന് ചെല്ലുന്നുണ്ടോ ചോദിക്കാൻ. ഇപ്പോൾ വരാവേ, അതും പറഞ്ഞവൾ കിച്ചണിലേക്ക് നടന്നു. അവിടെ നിന്നും ഒരു കപ്പ് കാപ്പിയെടുത്ത് മുകളിലേക്ക് നടന്നു. ഡോർ തുറന്നപ്പോഴേ കണ്ണുകൾ ബെഡിലേക്ക് നീണ്ടു. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും കാപ്പി ടേബിളിൽ വെച്ച് ചാർജിലിട്ടിരുന്ന ഫോൺ എടുത്തു നോക്കി. അതിൽ ദേവേട്ടൻ എന്ന നമ്പർ കണ്ടതും അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ഫോൺ അവിടെ തന്നെ വെച്ചവൾ തിരിഞ്ഞതും പിറകിൽ നിന്നും അവൻ അവളെ വലിച്ചവനോട് ചേർത്തിരുന്നു. ശരീരമാകെ അവനിലെ തണുപ്പ് പടരുന്നത് അവൾ അറിഞ്ഞു. മുഖത്തും കഴുത്തിലും വെള്ളത്തുള്ളികൾ ഇറ്റു വീണതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. തോർത്ത് മാത്രമെടുത്ത് മേലാകെ വെള്ളം ഒലിച്ചുകൊണ്ട് പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ കുസൃതിയോടെ അവൻ അവളെ നോക്കി. അത് കണ്ടതും അവളുടെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. ഇങ്ങനെ നോക്കി കൊതിപ്പിക്കാതെ പെണ്ണെ, ഞാൻ വല്ലതും ചെയ്തു പോകും. അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിൽ അമർത്തിമുത്തി. അവളൊരു പിടച്ചിലോടെ അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ വിറക്കുന്ന ശരീരം അവൻ അവൻ്റെ ദേഹത്തോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി. അവളുടെ ചുവന്നു തുടുത്ത മുഖം അവന് നേർക്ക് ഉയർത്തി. അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. ആരാ ഈ ദേവേട്ടൻ? അത് കേട്ടതും കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ടവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വേണിയാണ് ഏട്ടൻ്റെ നമ്പർ വേണ്ടേ നിനക്കെന്നും പറഞ്ഞ് വാട്സപ്പ് ചെയ്തത്. അപ്പോഴത്തെ ഒരു തോന്നലിലാണ് ദേവേട്ടൻ എന്ന് സേവ് ചെയ്തത്. എന്തായാലും കൊള്ളാം, നമുക്കിതങ്ങ് സ്ഥിരാക്കിയേക്കാം. അവനൊരു ചിരിയോടെ അവളെ നോക്കി. തന്നെ മിഴിച്ചു നോക്കുന്ന വിടർന്ന കണ്ണുകളിലേക്ക് അവൻ പ്രണയത്തോടെ നോക്കി. അവളുടെ അത്രയും ഭംഗിയുള്ള മുഖത്ത് അതിലേറെ ഭംഗിയോടെ ഒരു പുഞ്ചിരി വിടരുന്നത് ഉള്ളു തുളുമ്പുന്നൊരു സന്തോഷത്തോടെ നോക്കിയവൻ. അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും അവൾ ശ്വാസം വലിച്ചു വിട്ടു. അതേ നിമിഷം തന്നെ അവളിലേക്ക് അമർന്നുകൊണ്ട് ആ റോസിതൾ പോലെയുള്ള അതിരത്തിലൊന്ന് മുത്തിമാറിയിരുന്നവൻ. ആദ്യമൊന്ന് പകച്ചു പോയെങ്കിലും അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി. ഇങ്ങനെ കണ്ണു കാണിച്ചെന്നെ കൊതിപ്പിക്കാതെടി, അല്ലെങ്കിലേ നിൻ്റെ ഈ ദേവേട്ടൻ കയ്യിന്ന് പോയി നിൽക്കുക കൊച്ചേ. കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ അവൻ അവളെ നോക്കി പറഞ്ഞതും ഒരു പിടപ്പോടെ അവനെ തള്ളി മാറ്റിയവൾ താഴെ കൂടിയിരുന്നു.